ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മൾ രണ്ടാമത്തെ എപ്പിസോഡിലേക്കാണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ എപ്പിസോഡിൽ കഴിഞ്ഞ എപ്പിസോഡിന്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അവസാനിപ്പിച്ചത് വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം, വൈദ്യുത പ്രവാഹത്തിന്റെ പ്രകാശഫലം, വൈദ്യുത പ്രവാഹത്തിന്റെ കാന്തിക ഫലം എന്നിങ്ങനെയാണ് പറഞ്ഞിരുന്നത്. ഇതിൽ നമുക്ക് ഓരോ ടോപ്പിക്കായിട്ടും കാണേണ്ടതുണ്ട്. ആദ്യമായിട്ട് വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം. ഇതിയുടെ ഈ വൈദ്യുതിയുടെ താപഫലം ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്. ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്. ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ജൂൾ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ജൂൾ നിയമം, Joule's law of heat. Okay, the heating effect of electric current is mainly described by Joule's law. ജൂൾ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് വൈദ്യുതിയുടെ താപഫലത്തെ നാം മെയിനായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഈ ജൂൾ നിയമം ആവിഷ്കരിച്ചത്. ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ അദ്ദേഹമാണ് വൈദ്യുതിയുടെ താപഫലത്തെ ജൂൾ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചത്. എന്താ വൈദ്യുതിയുടെ താപഫലം എന്ന് പറഞ്ഞാൽ, ഒരു ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുന്ന സമയത്ത് അവിടെ വൈദ്യുതോർജ്ജം താപോർജ്ജമായിട്ട് മാറ്റുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് വിളിക്കാവുന്ന പേരാണ് വൈദ്യുതിയുടെ താപഫലം. ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്. When a current is passed through a conductor, the electrical energy will be changes into heat energy is known as heating effect of electric current. Heating effect of electric current is mainly described by Joule's law of heating. This Joule's law of heating is mainly described by James Prescott Joule. According to him, അയാൾ പറയാം, ഒരു ചാലകത്തിലൂടെ വൈദ്യുതോർജ്ജം കടന്നു പോകുന്ന സമയത്ത് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് മെയിനായിട്ട് മൂന്ന് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്ന് വൈദ്യുത പ്രവാഹ തീവ്രത I, ഇലക്ട്രിക് കറന്റ് I. രണ്ട് പ്രതിരോധം R, റെസിസ്റ്റൻസ് R. മൂന്ന് സമയം, ടൈം T. ഇവ മൂന്നുമാണ് ഒരു ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുന്ന സമയത്ത് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഒന്ന് വൈദ്യുത പ്രവാഹ തീവ്രത, രണ്ട് പ്രതിരോധം, മൂന്ന് സമയം. Okay, mainly there are three factors which depending upon Joule's law of heating. That is intensity of electric current I, resistance R, third one time T. യഥാർത്ഥത്തിൽ ജൂൾ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിശദീകരിക്കുകയാണെങ്കിൽ ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ പറയുന്നത് ഇത്രമാണ്: ഒരു ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുന്ന സമയത്ത് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിന്റെയും ചാലകത്തിന്റെ പ്രതിരോധത്തിന്റെയും വൈദ്യുതി പ്രവഹിക്കാൻ എടുക്കുന്ന സമയത്തിന്റെയും ഗുണനഫലത്തിന് തുല്യമായിരിക്കും. ഒന്നുകൂടി പറയാം, ഒരു ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുന്ന സമയത്ത് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിന്റെയും ചാലകത്തിന്റെ പ്രതിരോധത്തിന്റെയും വൈദ്യുതി പ്രവഹിക്കാൻ എടുക്കുന്ന സമയത്തിന്റെയും ഗുണനഫലത്തിന് തുല്യമായിരിക്കും. According to Joule's law of heating, the heat produced in a current carrying conductor is equal to the product of square of intensity of electric current, resistance of the conductor, and the time by which the current is passed. By using this idea, we can write H is equal to I square R. This is the mathematical expression of Joule's law. ഇതാണ് യഥാർത്ഥത്തിൽ ജൂൾസ് ലോയുടെ ഗണിത രൂപം എന്ന് പറയുന്നത്. Okay, got the idea? ഇതാണ് യഥാർത്ഥത്തിൽ ജൂൾ നിയമത്തിന്റെ ഗണിത രൂപം.
9ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച ഓംസ് ലോ, ആ ഓംസ് ലോയെ അടിസ്ഥാനമാക്കി ഈ ജൂൾ നിയമത്തിന്റെ ഗണിത രൂപത്തെ നമുക്ക് 2 ഫോം കൂടി എഴുതാവുന്നതാണ്. ഓക്കേ, എന്തായിരുന്നു ആ പഠിച്ച ഓംസ് ലോ? ഓംസ് ലോ നിങ്ങൾ ഒരു കണ്ടീഷനിലൂടെയായിരുന്നു തുടങ്ങിയത്. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, that is the condition of Ohm's law. The temperature must be constant. താപനില സ്ഥിരമായിരിക്കണം. താപനിലയിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഓംസ് ലോ അത് വേരി ചെയ്യും. അതെന്ത് ചെയ്യില്ല, ആ നിയമം ഒബേ ചെയ്യില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറഞ്ഞു വെച്ചത് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, താപനില സ്ഥിരമാണെങ്കിൽ the ratio between potential difference and the current through the conductor remains constant or is equal to resistance. Okay, once more, the ratio between potential difference across the conductor and the current through the conductor remains constant. അതായത് V by I equal to R. This is the ratio between V. V stands for potential difference. I stands for current. So V by I, the ratio between potential difference across the conductor and the current through the conductor remains a constant, or it is equal to resistance. So here R is the resistance. Okay, എന്താ പറഞ്ഞതിന്റെ അർത്ഥം? പൊട്ടൻഷ്യൽ വ്യത്യാസവും കറണ്ടും തമ്മിലുള്ള അനുപാത സംഖ്യ ഒരു സ്ഥിരസംഖ്യക്ക് തുല്യമായിരിക്കും. അല്ലെങ്കിൽ ആ സ്ഥിരസംഖ്യയെ നമുക്ക് പ്രതിരോധം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ R എന്ന് വിളിക്കാം. അതിന്റെ ഗണിത രൂപത്തിൽ നമുക്ക് V by I equal to R. ഇതായിരുന്നു നമ്മൾ പഠിച്ച ഓംസ് ലോ എന്ന് പറയുന്നത്. ഓംസ് ലോയുടെ ഗണിത രൂപം V by I equal to R. അല്ലെങ്കിൽ നമ്മൾ I equal to V by R എന്നും എഴുതാം. I equal to V by R. V by I equal to R or I equal to V by R. ഇവിടെ നമുക്ക് മുകളിലുള്ള ഇക്വേഷനിൽ R ന് പകരം V by I എന്ന് കൊടുക്കാം. അതേപോലെ തന്നെ ഈ I ക്ക് പകരം V by R എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Okay, substitute I equal to V by R in the first case. Then we get an equation. In the next case, substitute R equal to V by I. Then we get another equation. R ന് പകരം V by I എന്നും I ക്ക് പകരം V by R എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് മറ്റൊരു ഇക്വേഷൻ കിട്ടും. സോ ജസ്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. H equal to I ക്ക് പകരം നമ്മൾ ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് V by R. അപ്പോൾ V by R whole square plus square, that is whole square. V by R the whole square into R into T. V by R the whole square into RT. Then we get V by R the whole square means V square by R square into R into T. ഇവിടെ V square by R square ലെ ഡിനോമിനേറ്ററിൽ R square എന്നുള്ള ടേമാണ്. R square means R into R. അപ്പോൾ അതിലൊരു ആറും ഇവിടെ ഉള്ള ഒരു ആറും എന്ത് ചെയ്യുക, ക്യാൻസൽ ചെയ്യാം. Then cancelling R and R. Then the equation becomes V square by R into T. അല്ലെങ്കിൽ നമുക്ക് ഇതിനൊന്നും കൂടി മാറ്റി എഴുതുകയാണെങ്കിൽ H equal to V square T by R. This is another equations of Joule's law or second forms of Joule's law. Joule's law ന്റെ രണ്ടാമത്തെ ഗണിത രൂപമാണ് H equal to V square T divided by R. മനസ്സിലായോ? എന്താ ചെയ്തേ? ഈ I ക്ക് പകരം ഒന്നാമത്തെ ഇക്വേഷനിലെ I ക്ക് പകരം V by R എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്തിന്റെ അടിസ്ഥാനത്തിൽ V by R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? ഓംസ് ലോ അടിസ്ഥാനത്തിൽ V by R equal to I R. അപ്പോ V by R the whole square, ഇവിടെയുള്ള R square ഉണ്ട്, ആ സ്ക്വയർ ആണ് നമ്മൾ എടുത്തത് into RT. Then V square by R square into RT. Then cancelling R and R, denominator ഒരു R മാത്രമേ ബാക്കി ഉണ്ടാവൂ. V square by R into T. Then നമുക്ക് എഴുതാം H equal to V square T divided by R. ഇതാണ് ജൂൾസ് ലോയുടെ രണ്ടാമത്തെ ഗണിത രൂപം.
മൂന്നാമത്തെ ഗണിത രൂപത്തിലേക്ക് വരാനായിട്ട് അടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. അടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് v/i = r ആണ്. r ന് പകരം ഒന്നാമത്തെ ഇക്വേഷനിലെ r ന് പകരം v/i എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് h = ഇവിടെ നമുക്ക് r ന് പകരമാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. i² എന്നുള്ള ടേം അതായിട്ട് തന്നെ നിലനിർത്തുക. i² r ന് പകരം v/i എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. v/i × t. നേരത്തെ ക്യാൻസൽ ചെയ്തത് ഈ ഇക്വേഷനിൽ ക്യാൻസൽ ചെയ്തത് r ആണെങ്കിൽ ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യുന്നത് i ആണ്. i² ഉള്ള ഒരു i നെയും ഡിനോമിനേറ്ററിൽ വരുന്ന ഒരു i നെയും നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. Cancelling I and I, then we get h = ഇവിടെ ഒരു i മാത്രമേ ബാലൻസ് ആവൂ. ഇവിടെ vi × v × ഇവിടെ ഡിനോമിനേറ്ററിലായി ക്യാൻസൽ ചെയ്താണ്, ബാക്കിയുള്ളത് t ആണ്. അപ്പോൾ നമുക്ക് കിട്ടാവുന്ന മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് h = IVT. This is the third form of Joule's law. മൂന്നാമത്തെ ഫോം ആണ് h = IVT. രണ്ടാമത്തെ ഫോം h = v²t/r. ഒന്നാമത്തെ ഫോം i²r. യഥാർത്ഥത്തിൽ i²r എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ജൂൾ നിയമത്തിന്റെ ഗണിത രൂപം. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്തത്? രണ്ട് ഫോംസ് കൂടി ഓം നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാറ്റി എഴുതിയത്. അപ്പൊ നമുക്ക് കിട്ടിയത് v²t/r ഉം IVT. ഇതിൽ ഓരോ ടേമും നമുക്ക് മനസ്സിലാക്കേണ്ടത് I intensity of electric current. I intensity of electric current. വൈദ്യുത പ്രവാഹ തീവ്രത. R resistance പ്രതിരോധം. T സമയം ടൈം. നാലാമത്തെ ടേം ആയിട്ട് ഇപ്പോ അടുത്ത രണ്ടാമത്തെ ഇക്വേഷനിൽ മൂന്നാമത്തെ ഇക്വേഷനിൽ കടന്നു വന്ന V stands for potential difference. പൊട്ടൻഷ്യൽ വ്യത്യാസമാണ്. ഇതാണ് ഒരു ഇക്വേഷനിലെ ഓരോ ടേം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടത്? കാൽക്കുലേഷൻ ചെയ്യാനുണ്ട്. രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാൻ, ടെസ്റ്റിലുള്ള ചോദ്യങ്ങൾ തന്നെ ചെയ്ത് പ്രാക്ടീസ് ആവാം. ഫിസിക്സിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടേറിയ ഒരു ഭാഗമായിരിക്കാം കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. കാൽക്കുലേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസറിൽ എത്തിക്കുക എന്ന് പറയുന്നതായിരിക്കും ചിലപ്പോൾ വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ബാക്കി ഫിസിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങളാണ്. നമ്മൾ മിക്കവാറും പഠിച്ചുകൊണ്ട് വലിയ ക്ലാസ്സിലേക്കൊന്നും അല്ലാതെ ചെറിയ ക്ലാസ്സിൽ നമ്മൾ സാധാരണ നിത്യ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പഠിക്കുന്നത്. അപ്പൊ അത് പഠിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഫിസിക്സിൽ ബുദ്ധിമുട്ടായിട്ട് മാറുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഫിസിക്സിൽ ഉള്ള മാത്സിന്റെ പ്രോബ്ലം ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ടായിരിക്കും. ആ ബുദ്ധിമുട്ട് മാറണമെങ്കിൽ നിങ്ങൾ അത് പ്രാക്ടീസ് തന്നെ ചെയ്യണം. ക്ലാസ്സിൽ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം വീട്ടില് ഇതിന്റെ നമ്പേഴ്സ് മാറ്റിയിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫിസിക്സില് മാത്സിന്റെ ഭാഗങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുള്ളൂ. അതിനെ നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്, ചോദ്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ ചോദ്യങ്ങൾ വീണ്ടും വീട്ടിൽ നിന്ന് റിപ്പീറ്റ് ചെയ്തു. ജൂൾ നിയമത്തിന്റെ മാത്തമാറ്റിക്കൽ ഫോംസ് ആണ് നമ്മൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. h = I²RT, h = v²t/r, h = IVT. Using this, we want to solve some mathematical problems. Okay, for that we have to take a question in the test. A bulb of resistance 920 ohms works on 230 volt supply for 3 minutes. Calculate the heat produced during this time. 920 ഓം പ്രതിരോധമുള്ള ഒരു ബൾബിലൂടെ 920 ഓം പ്രതിരോധമുള്ള ഒരു ബൾബ് 230 വോൾട്ട് പവർ സപ്ലൈയിൽ 3 മിനിറ്റ് പ്രവർത്തിക്കുന്ന സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് കണക്കാക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തന്ന കാര്യങ്ങൾ, the given ideas we have to write on the answer sheet first. നമ്മൾ തന്ന കാര്യങ്ങൾ ആൻസർ ഷീറ്റിൽ ഓരോ അക്ഷരങ്ങളും തന്ന കാര്യങ്ങളിൽ ഓരോ അക്ഷരങ്ങളെയും സൂചിപ്പിച്ച് നമ്മൾ എഴുതുക. അത് കൃത്യമായിട്ട് എഴുതിയ അങ്ങനെ എഴുതിയാൽ
യൂസ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അപ്പൊ ഈ ഒരു ചോദ്യം നമുക്ക് ചോദ്യത്തിലൂടെ ഒന്ന് കടന്നു പോകാം. എ ബൾബ് ഓഫ് റെസിസ്റ്റൻസ്. അപ്പൊ കൃത്യമായിട്ട് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം എ ബൾബ് ഓഫ് റെസിസ്റ്റൻസ് അവിടെ തന്നിട്ടുണ്ട്. R is equal to 920 ohm. Bulb of resistance 920 ohm works on 230 volt supply, power supply. That means V is also given 230 volt potential difference power supply. That means V equal to 230 volt. Works at 3 minutes. So that time is also given 3 minutes. These are the 3 ideas given in the questions. 230 volt power supply പ്രവർത്തിക്കുക. അപ്പോൾ V തന്നിട്ടുണ്ട്. R 920 ഓം പ്രതിരോധമുള്ള ഒരു ബൾബ്. അപ്പോൾ R equal to 920 ഓം. 3 മിനിറ്റ് സമയം പ്രവർത്തിക്കുകയാണ്. സോ സമയം 3 മിനിറ്റ് ആണ്. ഇതാണ് തന്ന കാര്യം. ഈ തന്ന കാര്യങ്ങൾ എടുത്ത് എഴുതിയാൽ തന്നെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എച്ച് കാൽക്കുലേറ്റ് ചെയ്യണം. ഉത്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് എച്ച് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, കാൽക്കുലേറ്റ് ദി ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ദിസ് ടൈം. അപ്പോൾ എച്ച് ഹീറ്റ് ആണ്. ഈ ഹീറ്റ് എത്രയാണെന്നാണ് നമ്മൾ ചെയ്യേണ്ടത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെ നാലിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അതിനു മുന്നേ നമ്മൾ മനസ്സിലാക്കുന്നത് the time, the given time 3 minutes. That means time 3 മിനിറ്റ് ആണ് തന്നത്. ആ 3 മിനിറ്റ് എന്ന് പറയുന്നത് SI യൂണിറ്റ് സമയത്തിന്റെ SI യൂണിറ്റ് സെക്കൻഡ് ആണ്. അപ്പോൾ തീർച്ചയായും നമ്മൾ ഈ 3 മിനിറ്റിനെ സെക്കൻഡിലേക്ക് ആദ്യം മാറ്റും. ഉടൻ തന്നെ മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റേണ്ടത് രീതി ആ 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ്. അപ്പൊ 3 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 150 സെക്കൻഡ്. അതെങ്ങനെ മനസ്സിലാക്കുക? 60 കൊണ്ട് ഗുണിക്കുക. Okay, we have to multiply with 60 to convert minute into second. മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റാൻ 60 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 3 into 60 180 സെക്കൻഡ്. ഇതാണ് സമയം. 3 മിനിറ്റിനെ നമ്മൾ സെക്കൻഡിലേക്ക് ആക്കിയ. നിർബന്ധമായും മിനിറ്റിലാണെങ്കിലും സെക്കൻഡിലേക്ക് മാറ്റണം. അതേപോലെ തന്നെ മണിക്കൂറിനെ ആണെങ്കിലും സെക്കൻഡിലേക്ക് മാറ്റണം. മിനിറ്റിനെ ആണെങ്കിൽ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി മണിക്കൂറിലാണ് തന്നത് എങ്കിലോ 2 പ്രാവശ്യം 60 into 60 അല്ലെങ്കിൽ 3600 കൊണ്ട് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. ഒരു മിനിറ്റിനെ ആണെങ്കിൽ 1 പ്രാവശ്യം 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മണിക്കൂറിനെ ആണെങ്കിൽ 2 പ്രാവശ്യം 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഒരു ഉദാഹരണത്തിന് 2 മണിക്കൂറിനാണെങ്കിൽ ഈ 2 മണിക്കൂറിനെ സെക്കൻഡിലേക്ക് മാറ്റണമെങ്കിൽ 2 into 60 into 60. ഇതാണ് ഈ മനസ്സിലായെന്ന് കരുതി. നമുക്ക് ഇവിടെ ഇപ്പോൾ സെക്കൻഡിലേക്ക് മാറ്റി കഴിഞ്ഞു. സോ if the time is given in minute, we have to multiply with the 60. If the time is given in hour, we have to multiply with the 60 into 60. Then RVTH. ഇതാണ് 4 കാര്യങ്ങൾ. ഈ 4നെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇക്വേഷൻ, ഒന്നാമത്തെ ഇക്വേഷൻ നോക്കുക, H is equal to I square RT. തന്ന കാര്യങ്ങളിൽ I കറണ്ട് അല്ലെ വൈദ്യുത പ്രവാഹ തീവ്രത, ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് തന്നിട്ടുണ്ടോ? ഇല്ല. V വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പൊ നമുക്ക് I square RT എന്ന് പറയുന്ന ഈ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് എടുക്കാൻ കഴിയും. രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് വരിക, H is equal to V square T divided by R. V തന്നിട്ടുണ്ട്, T തന്നിട്ടുണ്ട്, R തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എടുക്കാൻ പറ്റാവുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് H equal to V square T divided by R. H is equal to V square T divided by R. അങ്ങനെയാണെങ്കിൽ നമ്മൾ തന്ന കാര്യങ്ങൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് V 230 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 230 into 230 V square ആണ്. അപ്പോൾ V എന്ന് പറഞ്ഞാൽ 230 into 230 into T 3 മിനിറ്റ് ആണ്. മിനിറ്റിനെ നമ്മൾ സെക്കൻഡിലേക്ക് മാറ്റി എഴുതിയിട്ടുണ്ട്. അപ്പോൾ 180 divided by R. R 920 ohm ആണ്, 920 ohm. So 920 divided by 920. സോ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് എല്ലാം ക്യാൻസൽ ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് പോകുന്നതെങ്കിൽ 230 into 230
23ന്റെ സ്ക്വയർ നമ്മൾ 529 എഴുതും. അങ്ങനെ എഴുതി വലിയ നമ്പറിലേക്ക് പോയിട്ട് വീണ്ടും അതിനെ 180 കൊണ്ട് ഗുണിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ നമ്പേഴ്സിലേക്ക് വന്നിട്ട് വീണ്ടും 920 കൊണ്ട് ഹരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ടൈം ടേക്കിംഗ് പ്രോസസ് ആണ്. ഒരുപാട് സമയം എന്ത് ചെയ്യും, നഷ്ടപ്പെടും. തീർച്ചയായും നമ്മൾ ആദ്യത്തെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെയാണ് കിട്ടിയതെങ്കിൽ ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ഒക്കെ ക്യാൻസൽ ചെയ്യണം. ഇവിടെ നമ്മൾ ക്യാൻസൽ ചെയ്യുന്ന നമ്പർ ഒന്ന് 0, ഇവിടെ ഒരു സീറോ ക്യാൻസൽ ചെയ്യും. ഈക്വൽ സീറോസ് ആണ് ക്യാൻസൽ ചെയ്യുക. ഓക്കെ, നടുവിലാണ് നമ്പറിന്റെ 203 എന്നുള്ള നമ്പറിലാണെങ്കിൽ നടുവിൽ കൊണ്ടുപോയി 0 ക്യാൻസൽ ചെയ്ത് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എങ്കിൽ കൂടി ഞങ്ങൾ പറയാണ്. ദെൻ 92 ഇപ്പോൾ ഇവിടെ വന്നത്, 23 ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോ ഇതിനെ നമുക്ക് വീണ്ടും ഒന്നും കൂടി ആലോചിക്കുന്ന സമയത്ത് 23 92 23 ഉം 92 ഉം 23ന്റെ മൾട്ടിപ്ലൈ ആണ്. 23 1 ടൈംസ് ക്യാൻസൽ ചെയ്യാം. 92ല് 4 ടൈംസ്, 23 into 4 92 ആണ്. അപ്പൊ എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 23. 92 is exactly divisible by 23. So we get 4. അങ്ങനെയാണെങ്കിൽ 4 പ്രാവശ്യം 92ല് 23 4 പ്രാവശ്യം ഉണ്ട്. ആ 4 പ്രാവശ്യം നമ്മൾ ഇവിടെ എഴുതി. ഇനി വീണ്ടും ഇതിനെ നമുക്ക് ചെറുതാക്കാം. 4 180 ആണ്. 180 കൊണ്ട് 4 ഉണ്ട്. 180ല് 4 കൊണ്ട് ഡിവിസിബിൾ നമുക്ക് ചെയ്യാം. അപ്പൊ 180ല് 4 എന്ന് പറയുന്നത് 45 പ്രാവശ്യമാണ്. 45 into 4 ആണ് 180. അപ്പൊ 4 ഒരു പ്രാവശ്യം. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് 230നെ 45 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 230 into 45. ഇതിന്റെ എളുപ്പത്തിന് നമുക്ക് ഇവിടെയുള്ള 230ല് 23നെ 45 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം അവസാനം ഒരു 0 അഡീഷണൽ ആയിട്ട് ചേർത്ത് കൊടുക്കാം. 23 into 45 ചെയ്യാം. എന്നിട്ട് അഡീഷണൽ ആയിട്ടുള്ള ഈ 0 ലാസ്റ്റ് 3 into 5 15 ബാലൻസ് 1. 2 into 5 10 ബാലൻസ് നേരത്തെയുള്ള 1 കൂടി ആഡ് ചെയ്തതിനാൽ 11. 4 into 3 12 ബാലൻസ് 1. 2 into 4 8 plus 1 9. Total 5 3 1 plus 9 10. So the answer is 1035. There is a 0 balance. Addition 0. The answer is 10,350. So the answer is H equal to 10,350. 10,350 joule. കൃത്യമായിട്ടുള്ള ഒരു വഴിയിലൂടെയാണ് നമ്മൾ എഴുതി വന്നത്. അപ്പോൾ തന്ന വഴികൾ ഞാൻ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്. തന്ന കാര്യങ്ങൾ എടുത്തെഴുതുക. ഇവിടെ തന്ന കാര്യങ്ങൾ 6 923 920 B 230 T 3 മിനിറ്റ്. മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റാം. 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 180 സെക്കൻഡ്. നമുക്ക് ഇതിനെല്ലാം തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ h = v²t/r ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്തതിനു ശേഷം മൾട്ടിപ്ലൈ ചെയ്ത് 10,350 joule. ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. An electric heater works on 230 volt power supply and it passes 2 ampere electric current in 1 hour. Then calculate the heat generated during this time. 230 വോൾട്ട് പവർ സപ്ലൈയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇലക്ട്രിക് ഹീറ്ററിലൂടെ 2 ആംപിയർ ഇലക്ട്രിക് കറന്റ് 1 മണിക്കൂർ സമയം പ്രവഹിച്ചാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് കണക്കാക്കാം. ഇതാണ് നമ്മളെ ചോദ്യം. അപ്പോൾ ഈ ചോദ്യത്തിനനുസരിച്ച് തന്ന കാര്യങ്ങൾ നമുക്ക് എടുത്തെഴുതാം. ചോദ്യം 230 വോൾട്ട് പവർ സപ്ലൈയിൽ ഇപ്പോൾ V നമുക്ക് തന്നിട്ടുണ്ട്. V equal to 230 വോൾട്ട്. 230 വോൾട്ട് പവർ സപ്ലൈയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇലക്ട്രിക് ഹീറ്ററിലൂടെ 2 ആംപിയർ ആണ്. ആംപിയർ എന്ന് പറഞ്ഞാൽ കറന്റിന്റെ യൂണിറ്റ് ആണ്. അപ്പോൾ കറന്റിനെ സൂചിപ്പിക്കുന്ന അക്ഷരം I ആണ്. I equal to 2 ആംപിയർ. 2 ആംപിയർ ഇലക്ട്രിക് കറന്റ് 1 മണിക്കൂർ പ്രവഹിച്ചാൽ ഇപ്പോൾ T സമയം തന്നിട്ടുണ്ട് 1 hour. ഇപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം V തന്നിട്ടുണ്ട്, I തന്നിട്ടുണ്ട്, T തന്നിട്ടുണ്ട്. പക്ഷെ T എന്ന് പറയുന്നത് ഹവറിലാണ്, മണിക്കൂറിലാണ്. ആ മണിക്കൂറിനെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ
ആ കൃതിയാണ് മണിക്കൂറിലാണ് തന്നത് എങ്കിൽ തീർച്ചയായും നമ്മൾ അത് സെക്കൻഡിലേക്ക് മാറ്റേണ്ടിയിരിക്കുന്നു. ഹവറിനെയാണെങ്കിൽ 2 പ്രാവശ്യം എന്ത് ചെയ്യണം? 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മിനിറ്റിനെയാണെങ്കിൽ 1 പ്രാവശ്യം ഇൻറ്റു 60 മാത്രം. മണിക്കൂറിനാണെങ്കിൽ 60 ഇൻറ്റു 60. സ്വാഭാവികമായിട്ടും ഒരു മണിക്കൂർ നമ്മൾ മാറ്റുമ്പോൾ 1 ഇൻറ്റു 60 ഇൻറ്റു 60, അതായത് 3600 സെക്കൻഡ്. 3600 സെക്കൻഡ് ഈക്വൽ ടു 1 hour. ഇതാണ് നീ കണ്ടുപിടിക്കേണ്ട കാര്യം h ആണ്. h ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. h ഈസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. അങ്ങനെയാണെങ്കിൽ b യും i യും t യും ആണ് തന്നത്. അപ്പോൾ നമുക്ക് എടുക്കാവുന്ന ഇക്വേഷൻ i² ആക്കി ഇവിടെ 6 തന്നിട്ടില്ല. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ എടുക്കാൻ പറ്റും. രണ്ടാമത്തെ ഇക്വേഷൻ നോക്കുമ്പോൾ b തന്നിട്ടുണ്ട്, t തന്നിട്ടുണ്ട്. പക്ഷെ വീണ്ടും രണ്ടാമത്തെ ഇക്വേഷനിൽ 6 തന്നിട്ടില്ല. മൂന്നാമത്തെ ഇക്വേഷനിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് i തന്നിട്ടുണ്ട്, v യും തന്നിട്ടുണ്ട്, t യും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് h ഈക്വൽ ടു ivt എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. ivt h is equal to ivt. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ h equal to i എത്രയാണ്? 2 into v 230 into t 3600. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതി നോക്കാം. 2 into 23 46 into 36. ഇവിടെ എല്ലാം നമ്മൾ 0 ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാണ്. 2 into 230 460 into 3600. 0 ഒഴിച്ചുള്ള ബാക്കി എല്ലാ ടേമുകളും നമ്മൾ എടുക്കുക. ഇവിടെ 46 എടുക്കാണ്, ഇവിടെ 36 എടുക്കുക. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാം. 46 into 36. ബാക്കി 2 3 0 ബാലൻസ് ഉണ്ട്. അത് ലാസ്റ്റ് എഴുതാൻ മാത്രമേ. 6 into 6 36, balance 3. 4 into 6 24, balance 3. Balance നേരത്തെ balance 3 ഉണ്ട്. 24 plus 3 27. Once again 6 into 6 36, balance 3. 4 into 6 24 plus 3 27. Again 3 into 6 18, balance 1. 4 into 3 12, balance and the 1 under. 12 plus 1 13. 6 7 plus 8 15, balance 1. 2 plus 3 plus 1 6 1. Again നമുക്ക് ആൻസർ കിട്ടിയത് 1656 എന്നാണ്. ഇനി നമ്മൾ ഇതിനോടൊപ്പം ഇനി ബാലൻസ് ഉള്ള സീറോസ് 1 2 3 സീറോസ് ഉണ്ട്. അത് റൈറ്റ് സൈഡിലായിട്ട് 3 സീറോസ്. യൂണിറ്റ് ഹീറ്റിന്റെ യൂണിറ്റ് ജൂൾ ആണ്. ഇതാണ് രണ്ടാമത്തെ പ്രോബ്ലം. തീർച്ചയായും നിങ്ങൾ ആലോചിക്കേണ്ടത് തന്ന കാര്യങ്ങൾ എടുത്തെഴുതുക. ഏത് ഇക്വേഷൻ 3 ഇക്വേഷൻ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യാം. ആ ബൈഹാർട്ട് ചെയ്തതിൽ ഏത് ഇക്വേഷൻ നമുക്ക് എടുക്കാൻ പറ്റും എന്ന് കൂടി കൊടുത്തു കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ആൻസറിലേക്ക്. വളരെ എളുപ്പമാണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഞാനിപ്പോ 2 പ്രോബ്ലവും ഇക്വേഷൻസ് ജൂൾസ് ലോന്റെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ അത് തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒന്ന് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് നോക്കുക. വീഡിയോസ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഒരു മാത്തമാറ്റിക്കൽ രീതിയിലാണ് ഇന്നത്തെ ക്ലാസ് പോയത്. അപ്പോൾ വീണ്ടും കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുക. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ ജൂൾസ് ലോ മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ജൂൾ നിയമത്തിന്റെ ഗണിത രൂപത്തിലൂടെ വന്ന് അതുമായി ബന്ധപ്പെട്ട 2 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് വീട്ടിൽ നിന്ന് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും ഫിസിക്സിൽ നിങ്ങൾക്ക് താല്പര്യം കൂടി വരുന്നത്. ഫിസിക്സിൽ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഫിസിക്സിൽ താല്പര്യം വരണമെങ്കിൽ ഫിസിക്സുമായിട്ടുള്ള മാത്സിന്റെ ഭാഗങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടതാണ്. എപ്പോഴൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫിസിക്സിനെ വെറുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ വെറുത്ത് തുടങ്ങിയതിന്റെ ഒരൊറ്റ കാരണം നിങ്ങൾക്ക് ആ മാത്സിന്റെ ഭാഗങ്ങൾ കടന്നുകൂടുന്നതായിരിക്കും. ഓക്കെ, അത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫിസിക്സ് നമ്മളോടൊപ്പം നമ്മൾ പറയുന്നതിനനുസരിച്ച് വരും. തീർച്ചയായും വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഫിസിക്സ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അടുത്ത ക്ലാസ്സിലേക്ക് ഞാൻ വരുമ്പോഴേക്കും ഈ ഭാഗങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് വരിക. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണുമ്പോഴേക്കും ബൈ.